അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വിശേഷങ്ങൾ ഹലോ റേഡിയോയ്ക്കൊപ്പം. നമ്മുടെ ഇറ്റ്ഫോക്കിൻ്റെ ക്യാമ്പസിലേക്ക് കയറി കഴിഞ്ഞാൽ അക്കാദമിയുടെ വളപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ആ മരത്തിൻ്റെ ചോട്ടിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുട്ടികൾ ഇത്തരത്തിലുള്ള ഇതെന്താ പറയുക, തപ്പെന്നോ, നമ്മൾ സാധാരണ തപ്പെന്ന് പറയാം, പക്ഷേ ശരിക്കും തപ്പൊന്നല്ല, വേറെന്തോ ഒരു കൊട്ടുന്ന ഉപകരണം, സംഗീതോപകരണമാണ്. അപ്പോൾ ഇത്തരം ഉപകരണങ്ങളായിട്ട് കുട്ടികൾ അവിടെ നിന്ന് പാട്ട് പാടുന്ന കാണാം. ഈ പാട്ട് പാടുന്ന കുട്ടികളുടെ കയ്യിലിരിക്കുന്ന സാധാരണ ഉപകരണമാണെങ്കിൽ അരങ്ങിലേക്ക് ചെല്ലുമ്പോൾ വിദേശ കമ്പനികളുടെ നാടകങ്ങൾ വരുമ്പോൾ എത്രമാത്രം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് അവർ വായിക്കുന്നത്. ഞാൻ ഇന്നലെ കണ്ടൊരു നാടകം, ചിലിയുടെ നാടകം, അതിനകത്തൊരു വുഡൻ ഡ്രമ്മൊക്കെ ഉണ്ടായിരുന്നു, വളരെ മനോഹരമാണ്. അതിൻ്റെ അത് പ്ലേ ചെയ്യുന്ന രീതി, അതിൻ്റെ ഒരു സൗണ്ട്, മൊത്തം അതിൻ്റെ ഒരു ക്വാളിറ്റി വേറെ തന്നെയാണ്. ഇതൊക്കെ ഇവർ വിദേശ കമ്പനികൾ അവരുടെ നാടുകളിൽ നിന്ന് കാർഗോ ചെയ്ത് കണ്ടെയ്നറിൽ ഇവിടെ കൊണ്ടുവരുന്നതാണോ എന്നൊക്കെ അതൊരു സംശയം നമുക്ക് തോന്നും. കാരണം മുമ്പൊക്കെ ഇറ്റ്ഫോക്കിൻ്റെ നാടകങ്ങൾക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഇവിടെ എത്തിയിരുന്നത് കപ്പലും പ്ലെയിനിലും ഒക്കെ ആണെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഒക്കെ നമ്മൾ യാത്രാ സൗകര്യങ്ങളൊക്കെ ഈ പണത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊരു സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ ഉത്തരം തേടി നടന്നപ്പോഴാണ് നമ്മൾ ജോയ് പുത്തേരി എന്ന് പറയുന്ന ജോയേട്ടനെ പരിചയപ്പെടുന്നത്. ജോയേട്ടൻ തൃശ്ശൂരിൽ ഒരു ഡ്രം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹമാണ് ഇറ്റ്ഫോക്കിന് വേണ്ടിയിട്ട് ഈ 45ഓളം പ്ലേക്ക് വേണ്ടിയിട്ട് ആവശ്യമായ മുഴുവൻ ഇൻസ്ട്രുമെൻറ്റുകളും എത്തിച്ചു കൊടുക്കുന്നത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് മുഴുവൻ സപ്ലൈ ചെയ്യുന്ന അദ്ദേഹമാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് യാത്രി നിവാസിൻ്റെ ഒരു റൂമിലാണ്. ഈ റൂം ഇവിടെ മുഴുവൻ ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള കർണാട്ടിക് ഉപകരണങ്ങളുണ്ട്, വെസ്റ്റേൺ ഉപകരണങ്ങളുണ്ട്, ഫോക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ്. അവർ ഓരോ നാടക കമ്പനിയും ആവശ്യപ്പെടുന്ന തരത്തിലുള്ള, അവർ പറയുന്ന ആ റേഞ്ചിലുള്ള സാധനങ്ങളാണ് എത്തിച്ചിരുന്നത്. ഒട്ടും എളുപ്പമുള്ളൊരു പണിയല്ല ഇത് ചെയ്തിരുന്ന ജോയ് പുത്തേരി, അദ്ദേഹം കുരിയച്ചിറക്കാരനാണ്. പുള്ളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ശരിക്കും താമസിക്കുന്നത് കുരിയച്ചിറ ആണെങ്കിലും എൻ്റെ വീട് തലോരാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ കുരിയച്ചിറ താമസം തുടങ്ങിയിട്ടല്ലോ. ജോയേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ എത്തിയത്? ഞാനൊരു 10-25 കൊല്ലം മുപ്പാട് മ്യൂസിക്കും ഇതായിട്ട് ബന്ധപ്പെട്ട് ഞാനിതിലേക്ക് വന്നതാണ്. ഗാനമേളയും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. പിന്നെ കുറേ ബന്ധങ്ങളും അതൊക്കെ ആയിട്ട് വന്നിട്ട് ഇതിങ്ങനെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റുകൾ സപ്ലൈ അതൊക്കെ ആയിട്ട് ആ ഒരു രംഗത്തേക്ക് വന്നു എന്നുള്ളൂ. സിനിമയിലുണ്ടല്ലേ? സിനിമയിൽ ഞാൻ ലൊക്കേഷൻ മാനേജറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് സിനിമയിലായിരുന്നു ലാസ്റ്റ്? അപ്പോൾ അവസാനം വന്നത് പരാക്രമം എന്ന് പറഞ്ഞ പടത്തിൽ. ഇറ്റ്ഫോക്കിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇതിൻ്റെ ഇറ്റ്ഫോക്കിലേക്ക് എങ്ങനെ എത്തിയെന്ന് ഞാനൊക്കെ അറിഞ്ഞ് എന്നെ ക്ഷണിച്ചതാണ് ഇതിലേക്ക് വേണ്ടിയിട്ട്. ഇവിടെ എന്താ ചെയ്യുന്നത് ശരിക്കും? അങ്ങനെ അതിൻ്റെ ഒരു രീതി എന്താണ്? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വിദേശ നാടക കമ്പനിയും അവരൊക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് അത് ബ്രാൻഡഡ് അവർ പറയുന്ന കമ്പനിയുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് അന്നേരം എൻ്റെ ശരിക്കും ഒറിജിനാലിറ്റി ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന ടോൺ അവർക്ക് കിട്ടണം ഒരു ഇൻസ്ട്രുമെൻറ്റിൽ. അതിന് വേണ്ടിയിട്ടാണ് അവർ ആ കമ്പനിയുടെ പേരൊക്കെ നമ്മളോട് പറയണത്. ഇതൊരു എളുപ്പമുള്ള പണിയാണോ? ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പമുള്ള പണിയല്ല. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പലവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബന്ധങ്ങളനുസരിച്ച് പലവരും നമ്മളെ ഹെൽപ്പ് ചെയ്യണതാണ്. അല്ലാണ്ട് ഇതൊരാളുടെ കയ്യിൽ തന്നെ ഉണ്ടാവില്ല ഇത്രയും ഇൻസ്ട്രുമെൻറ്റുകൾ, ഇതേപോലത്തെ ഇൻസ്ട്രുമെൻറ്റുകൾ. അപ്പോൾ എനിക്ക് കുറേ ബന്ധങ്ങളുള്ളത് കൊണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇതിപ്പോൾ എത്ര ഈ നാടകം ഈ ഇറ്റ്ഫോക്കുമായി ബന്ധപ്പെട്ട് എത്ര ദിവസമാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്? ഇതിപ്പോൾ ഞാനൊരു 7 ദിവസമായി ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഓർഡറൊക്കെ ഇവരെങ്ങനെ എത്ര മാസം മുമ്പ് നമ്മളെ അറിയിക്കുന്നത്? ഒരു മാസം മുമ്പാണ് നമ്മളെ അവരതിൻ്റെ പ്രിൻ്റ് നമുക്ക് തരും. ഇന്ന ഇൻസ്ട്രുമെൻറ്റ് ഇത്രാം തീയതി ഇന്ന സ്റ്റേജിൽ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയിക്കും. ഒരു ഇറ്റ്ഫോക്ക് കാലഘട്ടം കഴിയുമ്പോൾ ഏകദേശം എത്ര പീസ് ഇൻസ്ട്രുമെൻറ്റ് വേണ്ടി വരും? ഒരു 45-50 പീസ് ഇൻസ്ട്രുമെൻറ്റുകളും പിന്നെ അതിൻ്റെ അക്സസറീസും സ്റ്റാൻഡുകൾ അതൊക്കെ വേണ്ടി വരും. നൊട്ടേഷൻ സ്റ്റാൻഡ്, മ്യൂസിക് സ്റ്റാൻഡ്, ഇതൊക്കെ അങ്ങനെ കുറേ ഐറ്റംസ് വേറെ ഉണ്ട്. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ